നമസ്കാരം. ഇൻ്റർവ്യൂ ടിപ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സുകൾ നമ്മൾ വെള്ളപ്പൊക്കത്തിന് ശേഷം അവലംബിക്കേണ്ട ആരോഗ്യ കരുതലുകൾ എന്തൊക്കെയെന്നാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാ ഇൻ്റർവ്യൂവിലും ചോദിച്ചു വരുന്ന ചോദ്യങ്ങളാണ്. ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷം എന്തൊക്കെ ആക്ടിവിറ്റീസുകളാണ് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു JHI എന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരിക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഉറപ്പായിട്ടും ചോദ്യങ്ങളുണ്ടാകും. കാരണം നമ്മളിപ്പം ഒരു വലിയൊരു ഫ്ലഡ് നേരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എല്ലാ മഴക്കാല സീസണുകളിലും പലയിടത്തും വെള്ളം കയറുന്ന അവസ്ഥകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ട് നമ്മൾ വെള്ളപ്പൊക്കം മാറിയിട്ട് ആളുകൾ ഈ ക്യാമ്പിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമുക്ക് അതിൻ്റെ ഗൈഡ് ലൈൻസിൽ പറഞ്ഞിരിക്കുന്നത് 8 ആരോഗ്യ പ്രശ്നങ്ങളാണ്. പാമ്പ് കടി ഉണ്ടാവാം, വൈദ്യുതാഘാതം ഉണ്ടാവാം, പരിക്കുകളുണ്ടാവാം, ജലജന്യ രോഗങ്ങൾ, ജന്തുജന്യ രോഗങ്ങൾ, കൊതുകുജന്യ രോഗങ്ങൾ, വായുജന്യ രോഗങ്ങൾ, അതുപോലെ തന്നെ മലിനജലവുമായി സമ്പർക്കം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളാണ് പ്രധാനമായിട്ടുള്ള അവസ്ഥകൾ. അപ്പം ചോദ്യം എങ്ങനെയും ചോദിക്കാം. ഇപ്പം ഫ്ലഡ് കഴിഞ്ഞ് ആളുകൾ ക്യാമ്പിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ രോഗങ്ങളാണ് അവർക്ക് വരാൻ സാധ്യതയുള്ളത്, അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ചിലപ്പോൾ അത് കുറച്ചൊന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഓരോ പോയിൻ്റായിട്ട് പെട്ടെന്ന് പഠിച്ചു പോവാം. ആദ്യമായിട്ട് പാമ്പ് കടി സംഭവിച്ചാൽ എന്താണ് സംഭവിക്കേണ്ടത്? പാമ്പ് കടി ഉണ്ടാവാൻ സാധ്യത എങ്ങനെയാണ്? ഈ ഫ്ലഡ് സമയത്ത് വീടുകളുടെ ഉള്ളിൽ വെള്ളം കയറും. അപ്പം ഈ ഒലിച്ചു വരുന്ന വെള്ളത്തിലൂടെ ഇതേപോലെ പാമ്പുകളൊക്കെ അവർക്ക് സുരക്ഷിതമായിട്ടുള്ള സ്ഥാനം കിട്ടിയാൽ ചിലപ്പോൾ നമ്മുടെ വീടിനകത്താവാം, ഇവിടെ എല്ലാം പാമ്പുകൾ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. വെള്ളം ഇറങ്ങിപ്പോയാലും ഇത് തിരിച്ചിറങ്ങി പോകാത്ത സാധ്യതകളുണ്ട്. കാരണം അവർക്ക് സുരക്ഷിതമായിട്ടുള്ള സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് എളുപ്പം മാറില്ല. അപ്പോൾ നമ്മൾ അലക്ഷ്യമായിട്ട് അല്ലെങ്കിൽ അശ്രദ്ധയോട് കൂടിയിട്ട് വീടിനകത്തേക്ക് കയറുമ്പോൾ ചിലപ്പോൾ നമുക്ക് പാമ്പ് കടി ഏൽക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ പാമ്പ് കടി ഏറ്റാൽ നമ്മൾ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമുക്കറിയാം, ഇപ്പം സാധാരണഗതിയിൽ ഇപ്പം നാട്ടിലൊക്കെ ചെയ്യുന്നതാണ്. നമ്മുടെ പാമ്പ് കടി ഏറ്റാൽ ആ വ്യക്തിക്ക് ആ വിഷം വ്യാപിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയാണ് ആദ്യമായിട്ട് കൊടുക്കേണ്ടത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ആ പാമ്പ് കടി ഏറ്റ ആ വിഷം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പടരുന്നത് തടയുക. ഇനി അത് കടിയേറ്റെന്ന് മനസ്സിലായാൽ നമ്മൾ കടിയേറ്റ വ്യക്തിയെ ഒരു കാരണവശാലും പേടിപ്പിക്കാൻ പാടില്ല. ആളുടെ പറഞ്ഞ് ടെൻഷനാക്കുകയോ ചെയ്താൽ ആളുടെ രക്തയോട്ടം, ആ ഒരു സർക്കുലേഷൻ കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന മുറയ്ക്ക് ഈ വിഷം മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും പാമ്പ് കടിയേറ്റ വ്യക്തിയെ പേടിപ്പിക്കാനോ പരിഭ്രാന്തരാക്കാനോ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ആ കടിയേറ്റ ഭാഗത്ത് സോപ്പും അതുപോലെ തന്നെ വെള്ളവും ഉപയോഗിച്ച് നന്നായി വൃത്തിയായിട്ട് കഴുകേണ്ടത് അത് വളരെ നല്ല കാര്യമാണ്. ഇനി ഈ വ്യക്തിയെ നമുക്ക് ഒരു നിരപ്പായ പ്രതലത്തിൽ കിടത്തിയിട്ട്, സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നതാണ്, ആ കടിയേറ്റ ഭാഗത്തിൻ്റെ മുകളിൽ ഒരു തുണിയോ എന്തെങ്കിലും കയറോ ഉപയോഗിച്ചിട്ട് നല്ല മുറുക്കി കെട്ടുന്നത് സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. ശരിക്കും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്താൽ ബ്ലഡ് സർക്കുലേഷൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇല്ലാതാവും, അവിടുത്തെ കോശങ്ങൾ നാശമാവും. ഇനി അഥവാ കെട്ടണമെന്ന് നിർബന്ധമാണെങ്കിൽ ഒരു തുണിയോ എന്തെങ്കിലും എടുത്ത് ഒരു വിരൽ ആ കെട്ടിലൂടെ അനായാസം കടന്നു പോവാൻ പാകത്തിൽ ലൂസാക്കിയിട്ട് കെട്ടുക. വളരെ ടൈറ്റ് ചെയ്ത് കെട്ടരുത്. അത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിനെ നമുക്ക് ആ വ്യക്തിയെ ഉടനെ തന്നെ എവിടെയാണോ ഈ പാമ്പ് കടിയേറ്റാൽ ചികിത്സ ലഭിക്കുന്ന ആശുപത്രികൾ എവിടെയാണോ അവിടേക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ എത്തിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പാമ്പ് കടിയേറ്റാൽ നമുക്ക് കൊടുക്കാനാവുന്ന പ്രഥമ ശുശ്രൂഷ. ഓക്കെ. അപ്പോൾ ഫ്ലഡ് സമയത്ത് ഉണ്ടാകുന്ന ഒരു ആരോഗ്യ പ്രശ്നം പാമ്പ് കടിയാണ്. രണ്ടാമത് നമുക്ക് വൈദ്യുതാഘാതം ഉണ്ടാവാം, അല്ലേ? ഇപ്പം വെള്ളം കയറി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഷോക്ക് ഏൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഒരു വ്യക്തിക്ക് വൈദ്യുതാഘാതം ഏറ്റവും നമുക്കറിയുമ്പോൾ നമ്മൾ ഉടനെ ചെയ്യേണ്ട കാര്യം ആ വ്യക്തിയും വൈദ്യുതിയും തമ്മിലുള്ള ബന്ധം സുരക്ഷിതമായിട്ട് അത് വേർപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമേ ചെയ്യേണ്ടത്. ഇനി ആ വൈദ്യുതാഘാതം ഏറ്റാൽ ചിലർക്ക് ചിലപ്പോൾ ബോധം നഷ്ടപ്പെടും, ചിലർക്ക് ബോധം നഷ്ടപ്പെടില്ല, നിസ്സാരമായിരിക്കും. എന്നിരുന്നാൽ കൂടെ ബോധം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടെ ആളെ ഒരു നിരപ്പായ സ്ഥലത്ത് കിടത്ത്
ആളുടെ ശ്വാസം എടുക്കുന്നതും അതുപോലെ തന്നെ ഹൃദയസ്പന്ദനമൊക്കെ നല്ല രീതിയിൽ ഒന്ന് കറക്റ്റാണോ എന്ന് നിരീക്ഷിച്ചതിന് ശേഷം അദ്ദേഹത്തെ നമുക്ക് വൈദ്യസഹായത്തിനായിട്ട് ആശുപത്രിയിൽ എത്തിക്കാം. ഇനി ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യണം? നിരപ്പായ പ്രതലത്തിൽ കിടത്തി കഴുത്ത് ഒരു വശത്തേക്ക് ചരിച്ച് താടി ഉയർത്തി അയാൾക്ക് അനായാസം ശ്വാസം എടുക്കാൻ പറ്റുന്ന രീതിയിൽ ആളെ കിടത്തണം. ശ്വാസതടസ്സമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ നമുക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം. ഇതാണ് നമുക്ക് വൈദ്യുതാഘാതമേറ്റ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രാഥമിക ശുശ്രൂഷകൾ. ഇനി പരിക്കുകൾ പറ്റാം. ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ തന്നെ പരിക്കുകൾ പറ്റാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാലിൽ തറഞ്ഞു കയറും, അതുപോലെ തന്നെ ചിലപ്പം വീഴ്ചകൾ ഉണ്ടാവാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും പരിക്കുകൾ പറ്റിയാൽ ആ പരിക്കേറ്റ വ്യക്തിക്ക് നമുക്ക് നമുക്ക് അവിടെയൊക്കെ ക്യാമ്പുകളൊക്കെ ഉണ്ടാവും, മൊബൈൽ ക്യാമ്പുകളുണ്ടാവും, മെഡിക്കൽ ക്യാമ്പുകളൊക്കെ. അവിടെ പോയിട്ട് അദ്ദേഹത്തിന് നമുക്ക് എന്ത് കൊടുക്കാം? ആ പരിക്കിന് പരിചരണവും കൊടുക്കാം. ടെറ്റനസ് ടോക്സോയിഡ് TT ഇഞ്ചക്ഷനും അവിടെ വെച്ച് നൽകാം. ഇനി ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ജലജന്യ രോഗങ്ങൾ. നമ്മൾ വെള്ളപ്പൊക്കത്തിൽ നമുക്കറിയാലേ വെള്ളം ഉയർന്നു വരുന്നത് നമ്മുടെ വാട്ടർ സോഴ്സുകൾ, കുടിവെള്ള സ്രോതസ്സുകളെല്ലാം കണ്ടാമിനേറ്റഡ് ആവുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെടുമ്പോൾ അതുവഴി നമുക്ക് ധാരാളം അസുഖങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വയറിളക്കം, കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം ഇത്തരത്തിലുള്ള ജലജന്യ രോഗങ്ങളാണ് വെള്ളപ്പൊക്കത്തിന് ശേഷം നമുക്ക് അഭിമുഖീകരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന ഒരു അവയർനെസ്, അവർ കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ പറയുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക എന്ന് നമുക്ക് അവിടെ കൃത്യമായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ഈ മലിനപ്പെട്ട വെള്ളം കുടിച്ചാൽ എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി അവിടെ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വെള്ളം ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്ത് ഉപയോഗിക്കുക. കിണറുകളൊക്കെ മലിനപ്പെടും, നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളെല്ലാം മലിനപ്പെടുമ്പോൾ നമ്മളവിടെ സാധാരണ ചെയ്യുന്ന ക്ലോറിനേഷന് പുറമെ അത് അല്ല വേണ്ടത്, സൂപ്പർ ക്ലോറിനേഷനാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ക്ലോറിനേക്കാളും അളവ് കൂടുതലാണ് സൂപ്പർ ക്ലോറിനേഷന് ഇടേണ്ടത്. അപ്പോൾ ക്ലോറിനേഷനും സൂപ്പർ ക്ലോറിനേഷനും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിൽ നിന്നും അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ വരെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ അത് പഠിക്കാം. അപ്പം ഈ ഫ്ലഡ് വന്ന് നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെടുമ്പോൾ നമ്മളവിടെ ആ സ്രോതസ്സുകളെല്ലാം സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യേണ്ടതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളും മറ്റ് സാമഗ്രികളെല്ലാം ക്ലോറിനേഷൻ ചെയ്ത വെള്ളത്തിൽ വൃത്തിയാക്കേണ്ടതും തന്നെയാണ്. അപ്പോൾ ഈ ക്ലോറിനാണ് ഏറ്റവും ഈ ജലസ്രോതസ്സുകൾ അണുമുക്തമാക്കാൻ ഏറ്റവും നല്ല ഇത് ക്ലോറിനേഷൻ തന്നെയാണ്. ഇനി അത് ഇപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്ന ആൾ, ആ വ്യക്തി അദ്ദേഹം ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോഴും മലമൂത്ര വിസർജനത്തിന് ശേഷമൊക്കെ കൈകളൊക്കെ സോപ്പിട്ട് വൃത്തിയായി കഴുകേണ്ടതും ആവശ്യമാണ്. ഈ അസുഖങ്ങൾ പടരാതിരിക്കാനും നമുക്ക് വരാതിരിക്കാനും ശ്രദ്ധിക്കാം. ഇനി വയറിളക്കം വന്നാൽ നമുക്ക് അവിടെ ചെയ്യേണ്ട ആക്ടിവിറ്റി നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ORS ലൈന് കൊടുക്കാൻ, ORS ലൈന് കൊടുക്കുകയും അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കാൻ പറയണം. അതുപോലെ തന്നെ കരിക്കിൻ വെള്ളം, ഇതൊക്കെ കൂടുതലും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവയർനെസ് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇനി അദ്ദേഹത്തോട് ധാരാളം വെള്ളവും ഭക്ഷണമൊക്കെ കഴിക്കാൻ പറയണം വയറിളക്കം എന്ന വ്യക്തിക്ക്. ഇനി അത് വയറിളക്കം നിൽക്കുന്നില്ല, അത് നിർജ്ജലീകരണത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനാവും. ദാഹം കൂടും, തൊണ്ടയും നാവെല്ലാം ചുണ്ടൊക്കെ ഡ്രൈ ആവും, അതുപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആവും, പിന്നെ നല്ല ക്ഷീണം ഉണ്ടാവും, മയക്കം വരും, മൂത്രക്കുറവുണ്ടാവും, അത് തന്നെ മൂത്രത്തിൻ്റെ കളറ് മാറും, കടുത്ത മഞ്ഞ നിറത്തിലായിരിക്കും മൂത്രം. ഇതൊക്കെ നിർജ്ജലീകരണത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത്തരം അവസ്ഥകളുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ വ്യക്തിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുക. അത് വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ്, മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ജലജന്യ രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനാവുന്ന കാര്യങ്ങളാണ് ഒരു ഫ്ലഡിന് ശേഷം ഉണ്ടാകുന്ന ജലജന്യ രോഗങ്ങൾ. പ്രധാനമായിട്ടും വയറിളക്കം, കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, ഈ അസുഖങ്ങളാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനാവും. ഇനി ജന്തുജന്യ രോഗങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് ഒരു ഫ്ലഡ് കഴിഞ്ഞാൽ? ആഫ്റ്റർ ഫ്ലഡ് കഴിഞ്ഞാൽ നമുക്കറിയാം വാട്ടർ കണ്ടാമിനേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ജന്തുജന്യ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് എലിപ്പനിയാണ്, ലെപ്റ്റോസ്പൈറോസിസ്. ഇപ്പം കഴിഞ്ഞ 2018 ഫ്ലഡ് കഴിഞ്ഞ് ഒരു ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാ വെള്ളം കയറിയ ആ പ്രദേശത്തെ അത് മൊത്തത്തിലുള്ള എല്ലാ വീടുകളിലും നമ്മൾ ഈ ഡോക്സിസൈക്ലിൻ ടാബ്ലറ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു.
അപ്പം ഈ വെള്ളം കയറി കഴിഞ്ഞാൽ വെള്ളപ്പൊക്കത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു ജന്തുജന്യ രോഗമാണ് എലിപ്പനി. എലി, കന്നുകാലികൾ, നായ്ക്കൾ എന്നിവയുടെ മൂത്രം കൊണ്ട് മലിനമാകാൻ സാധ്യതയുള്ള വെള്ളവുമായി സമ്പർക്കം ആണ് എലിപ്പനിക്ക് കാരണമാകുന്നത്. അപ്പം നമുക്ക് ആ എലിപ്പനി പകരുന്നത് എങ്ങനെയാണ്? കൈകാലുകളിൽ എന്തെങ്കിലും മുറിവുകളുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള വെള്ളവുമായി കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ അസുഖങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെ മുറിവുകളുള്ളവർ ഈ വെള്ളവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ, ഇപ്പം ഈ മഴക്കാല പൂർവ്വ ശുചീകരണമൊക്കെ ചെയ്യുന്നവർ അവരടുത്തും നമ്മൾ പറയുന്നത് നമ്മൾ അവർക്ക് ഈ ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട്. അവരുടെ അടുത്ത് കൃത്യമായിട്ടുള്ള ഗംബൂട്ടുകൾ യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലൗസ് യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം എന്താണ്? എലിപ്പനി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. ഈ ജോലി ചെയ്യുന്നവരൊക്കെ ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെല്ലാവർക്കൊക്കെ ഈ ഗുളിക നമ്മൾ കൊടുക്കേണ്ടത് ആഴ്ചയിൽ 200 മില്ലിഗ്രാം ഡോക്സിസൈക്ലിനാണ് നിർബന്ധമായിട്ടും കഴിക്കേണ്ടത്. ആ ഡോസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആഴ്ചയിൽ 200 മില്ലിഗ്രാം ഡോക്സിസൈക്ലിനാണ് കഴിക്കേണ്ടത്, എലിപ്പനി വരാതിരിക്കാൻ വേണ്ടി കഴിക്കേണ്ടത്. അപ്പം ഇനി അടുത്ത് വരുന്നത് കൊതുകുജന്യ രോഗങ്ങളാണ് അല്ലേ? ഫ്ലഡ് കഴിഞ്ഞാൽ വരുന്ന കൊതുകുജന്യ രോഗങ്ങൾ, ഡെങ്കിപ്പനി ഉണ്ടാവാം, മലമ്പനി, വെസ്റ്റ് നൈൽ ഫീവർ, JE, അത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വെള്ളപ്പൊക്കത്തിന് ശേഷം കൂടുതലായിട്ടും ഉണ്ടാവും. ഇപ്പം ഒരുപാട് കേസുകൾ ഇത്തരത്തിൽ നമുക്ക് മറ്റുണ്ട്. ഡെങ്കിപ്പനിയൊക്കെ ഹൈ ലെവലിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? സോഴ്സ് റിഡക്ഷനാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. വീടും പരിസരമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ കൊതുക് വളരാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കാൻ പറയുക. അതുപോലെ തന്നെ കൊതുക് അല്ലെങ്കിൽ കൊതുകിൻ്റെ കൂത്താടി ഇതിൻ്റെയൊക്കെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നമ്മൾ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കും, പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രതിരോധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സോഴ്സ് റിഡക്ഷനാണ്. സോഴ്സുകൾ കണ്ടെത്തി അതിനെ ഇല്ലായ്മ ചെയ്യുക. അപ്പോൾ ഈ ഫ്ലഡിന് ശേഷം വരുന്ന കൊതുകുജന്യ രോഗങ്ങളിൽ നമ്മൾ ചെയ്യാൻ കഴിയുന്ന ആക്ടിവിറ്റീസുകൾ എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി വായുജന്യ രോഗങ്ങൾ എന്തൊക്കെയാണ്? വായുവിലൂടെ പടരുന്ന അസുഖങ്ങൾ, ചിക്കൻ പോക്സ്, H1N1 വൈറൽ പനി, ഇത്തരത്തിലുള്ള വായുജന്യ രോഗങ്ങളും വെള്ളപ്പൊക്കത്തിന് ശേഷം കൂടുതലായിട്ട് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇപ്പം ചിക്കൻ പോക്സിന് എതിരെ ബോധവൽക്കരണം, നമ്മൾ എന്ത് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും ബോധവൽക്കരണം, ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് തയ്യാറാവണം. ഓരോ അസുഖത്തെക്കുറിച്ചും ഓരോ അവസ്ഥകളെക്കുറിച്ചും കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പൊതുജനങ്ങൾക്ക് അതിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തൊരു വർക്കാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ അവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടി വരുന്നത് ഈ ആരോഗ്യ സേവനങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ബോധവൽക്കരണങ്ങൾ കൊടുക്കണം. അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമായാൽ അദ്ദേഹത്തെ ഐസൊലേറ്റ് ചെയ്യുക, പ്രത്യേകമായിട്ട് ചികിത്സ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ H1N1 ആണെങ്കിലും വൈറൽ പനിയാണെങ്കിലും നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കാൻ പറ്റും. അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി അടുത്തത്, ഇപ്പം ഫ്ലഡ് വന്നാൽ എന്താണ്? നമ്മുടെ വാട്ടർ സോഴ്സുകളെല്ലാം നമ്മുടെ അടുത്തുള്ള വാട്ടർ സോഴ്സുകളെല്ലാം മലിനപ്പെടും. ഈ മലിനജലവുമായി സമ്പർക്കം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ, ഇപ്പം സ്കിൻ ഡിസീസ്, ത്വക്ക് രോഗങ്ങൾ വരും, കണ്ണിൽ, ചെവിയിൽ ഒക്കെ അണുബാധകൾ വരും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്കറിയാം ഈ വെള്ളം എല്ലാം കണ്ടാമിനേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അതിനകത്ത് എന്തൊക്കെ മാലിന്യം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇത്തരം ത്വക്ക് രോഗങ്ങളുണ്ടാവാം, കണ്ണും ചെവിയിലൊക്കെ അണുബാധകളുണ്ടാവാം. ഇത്തരം വരുന്ന അവസ്ഥകളിൽ നമ്മുടെ ചർമ്മം ഈർപ്പരഹിതമായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ കൈകാലുകൾ കഴുകി വൃത്തിയാക്കാം. നമുക്ക് എന്തായാലും ഇറങ്ങിയേ പറ്റുള്ളൂ, നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങേണ്ടി വരും. അതിനുശേഷം നമ്മൾ കയറി വരുമ്പോൾ ക്ലോറിൻ വാട്ടറിൽ കൈകാലുകളൊക്കെ വൃത്തിയാക്കുമ്പോൾ ഇത്തരം അണുക്കൾ നമ്മുടെ ശരീരത്തിൽ വരാത്ത രീതിയിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇനി സാധാരണ ഇപ്പം ഈ ഒരു സീസണിൽ കാണുന്നതാണ് വളങ്കടി. ഈ കാലുകളുടെ വിരലിൻ്റെ ഇടഭാഗത്തൊക്കെ ആ ഒരു സ്കിൻ ഡിസീസ് ഉണ്ടാവും, വളങ്കടി പോലത്തെ രോഗങ്ങളുണ്ടാവും. അതിനൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഡോക്ടറെ കണ്ട് വൈദ്യസഹായം നേടാൻ പറ്റും. ഇനി ചെങ്കണ്ണ്, കണ്ണിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ, ചെവിയിലുണ്ടാകുന്ന അണുബാധ, ഇതിനെല്ലാം നമുക്ക് വൈദ്യസഹായം ഉറപ്പിക്കാൻ പറ്റും. നമ്മൾ ഒരു കാരണവശാലും ഇത്തരം സാഹചര്യങ്ങൾ, ഇപ്പോൾ ഫ്ലഡ് ആണെങ്കിലും
നമ്മൾ വീട്ടിലേക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ എന്തെങ്കിലും അസുഖങ്ങളോ അതിൻ്റെ ലക്ഷണങ്ങളോ കണ്ടാൽ അത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് നമുക്ക് ആളുകൾക്ക് പറയാൻ പറ്റും. എന്തെങ്കിലും ആരോഗ്യകരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ ഉടനെ തന്നെ വൈദ്യസഹായം തേടാൻ വേണ്ടിയിട്ട് അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷം വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളും. അതിനെ നമുക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ മേൽനോട്ടവും അതിൻ്റെ നിർവഹണവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം അതിൻ്റെ ആ ഡ്യൂട്ടി വരുന്നത് ആരോഗ്യ പ്രവർത്തകർക്കാണ് ഏറ്റവും കൂടുതൽ ഡ്യൂട്ടി വരുന്നത്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അറിവുകൾ ശേഖരിച്ച് അവരുടെ ഷെയർ ചെയ്ത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തണം. അപ്പം ഇത്രയും പറഞ്ഞത് ഈ ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഇനി ഇൻ്റർവ്യൂ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ഒരു നോട്ട് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ അഡീഷണൽ ഡയറക്ടർ, പബ്ലിക് ഹെൽത്തിൻ്റെ അഡീഷണൽ ഡയറക്ടറെ ഒരു നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു 2024. ആ നിർദ്ദേശത്തിൽ നിന്നാണ് ഈ ഒരു കാര്യങ്ങൾ കോപ്പി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂവിൽ നമുക്ക് ഏറ്റവും ഗുണപ്രദമാകാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഒന്ന് ടൈപ്പ് സെറ്റ് ചെയ്തെടുത്തതാണ്. വെള്ളപ്പൊക്കത്തിന് ശേഷം അവലംബിക്കേണ്ട ആരോഗ്യ മുൻകരുതലുകൾ ഇൻ്റർവ്യൂവിൽ കൃത്യമായിട്ട് ചോദിക്കും. ഇപ്പം വെള്ളപ്പൊക്കം വന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചോദിക്കാം. ഇത്തരത്തിലുള്ള ഓരോ അസുഖങ്ങൾ വരുമ്പോഴും ഓരോ അവസ്ഥകൾ, ഇപ്പം സീസണലായിട്ട് അസുഖം വരും. ഇപ്പം കോവിഡ് വന്നപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തു, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇൻ്റർവ്യൂവിന് ചോദിക്കുക. ഒരു ജയച്ച എന്ന നിലയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പം ഒന്ന് വീഡിയോ വിശദമായിട്ട് മനസ്സിലാക്കുക. നോട്ട്സുകൾ കൂടെ അയക്കുന്നുണ്ട്. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.